നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ദിവസം യദുവംശത്തിൻ്റെ നാശത്തെക്കുറിച്ച് പറയുകയായിരുന്നു. ബലരാമാവതാരം അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ ജ്യേഷ്ഠൻ്റെ നിര്യാണം, യദുവംശത്തിൻ്റെ നാശം ഒക്കെ ഭഗവാൻ അകലത്തിൽ നിന്നുകൊണ്ട് ദർശിക്കുന്നുണ്ട്. ഈ മുളകളുണ്ടല്ലോ, അത് തമ്മിൽ ഉരുമിയുണ്ടാകുന്ന തീയിലെ ആ മുളകൾ തന്നെ മുഴുവനും നശിക്കുന്നത് പോലെയാണ് യദുവംശം പരസ്പരം കലഹിച്ച് സ്വയം നശിച്ചു. ഭഗവാന്റെ ആഗ്രഹം അതായിരുന്നു. അതങ്ങനെ തന്നെ സാധിച്ചു. അപ്പോൾ മുസലത്തിൻ്റെ ചൂർണത്തിൽ നിന്നും, ആ ഇരുമ്പുലക്കയുടെ ആ പൊടിയിൽ നിന്നും ഉത്ഭവിച്ചിട്ടുള്ള ഏരകപ്പുല്ലുകളാണ് വംശനാശം ചെയ്തിരിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ആ നിലയിലെ മുനികളുടെ ശാപവും ഫലിച്ചു. അപ്പോൾ ഇതൊക്കെ പരീക്ഷിത്ത് മഹാരാജാവിനോട് ശുഗമഹർഷി പറയുന്നതാണെന്ന് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ അല്ലേ? അപ്പോൾ പരീക്ഷിത്ത് ചോദിക്കുകയാണ്, ഭഗവാന്റെ ഉപദേശം അല്പം വിസ്തരിച്ച് പറയുമോ? അതായത് ഉദ്ധവർക്ക് ഉപദേശിച്ചു എന്ന് പറഞ്ഞല്ലോ ഉദ്ധവരോട്. അപ്പോൾ അത് കുറച്ച് വിസ്തരിച്ച് കേൾക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ ശ്രീശുകൻ പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഭക്ത ഉത്തമനായിട്ടുള്ള ഉദ്ധവരെ ഭഗവാൻ ഏകാന്തമായിട്ടുള്ള ഒരു ഉപവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് വളരെ ശാന്തനായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, ഉദ്ധവരെ, എന്നേക്കാൾ പ്രായവും ലോകപരിചയവുമുള്ള അങ്ങയുടെ മനസ്സിലെ ഉദ്ദേശം അന്തരംഗത്തിൽ ഉദിച്ചിട്ടുള്ള ഒരു അനുമാനം ശരി തന്നെയാണ്. ഞാൻ ഈ മായാപ്രപഞ്ചം വെടിയാൻ തുടങ്ങുന്ന സമയം തന്നെയാണിത്. വിശ്വംഭരനായിട്ടുള്ള ഞാൻ മനുഷ്യൻ്റെ വേഷം പൂണ്ട് കൃഷ്ണനായിട്ട് അവതരിച്ച് ഇത്രയും നാൾ ലോകരക്ഷയൊക്കെ ചെയ്ത് ധർമ്മം നിലനിർത്തി. എൻ്റെ അവതാര ഉദ്ദേശങ്ങൾ നിറവേറിക്കഴിഞ്ഞിരിക്കുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ബ്രഹ്മദേവൻ നാരദാദി മുനികളോടും ഇന്ദ്രാദി ദേവകളോടും കൂടി എന്നെ ഈ രഹസ്യമായിട്ട് കണ്ട് വന്നിച്ച് ഈ ജീവിതം, ഭൂമിയിലുള്ള ജീവിതം അവസാനിപ്പിക്കേണ്ട സമയം സമാഗതമായി എന്ന് വിധിമത അറിയിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ സ്വർഗാരോഹണത്തിന് ഇനിയും അങ്ങനെ വിളംബം വരുത്തരുത് എന്ന് ഞാനും കരുതിയിരിക്കുന്നതാണ്. അപ്പോൾ യദുക്കൾ മുഴുവനും അഹങ്കാര ഗർവിഷ്ഠന്മാരും അധർമ്മികളും ഒക്കെ ആയിട്ട് ഭവിച്ചു. അതുകൊണ്ട് അവരെ കൊണ്ടുള്ള ഈ ഭാരം ഭൂമിദേവിക്ക് വളരെയേറെ വർദ്ധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അധർമ്മ പങ്കിലായിട്ടുള്ള യദുവംശത്തെ നിശേഷം നശിപ്പിക്കുവാൻ ഞാൻ വെറും 3.25 നാഴിക കൊണ്ട് എൻ്റെ വിഭൂതിയിൽ നിർമ്മിച്ച ഈ ദ്വാരകയെ കടലിൽ താഴ്ത്താനും ഞാൻ തീരുമാനിച്ചു കേട്ടോ. ഋഷിശാപം വ്യാജേന അതിനു വേണ്ടി ഒരു കാരണവും ഞാൻ ഉണ്ടാക്കി. ഉദ്ധവരെ, അങ്ങ് എൻ്റെ ഒരു ഭക്തനായതുകൊണ്ട് ഞാനെല്ലാം തുറന്നു പറയുകയാണ്. ദ്വാരകയും യദുവംശവും ഉടനെ തന്നെ നശിക്കും. ഈ കാണുന്ന ലോകം വെറും മിഥ്യയാണെന്നും അതുകൊണ്ട് എന്നും അത് നിത്യമാണെന്നും തോന്നരുത്. അജ്ഞാനഹേതു, അറിവില്ലായ്മയ്ക്ക് കാരണമായിട്ടുള്ള മായയാലാണ് അങ്ങനെ തോന്നുക. ഈ നിത്യമാണെന്ന് തോന്നുന്നത് അജ്ഞാനം കൊണ്ടാണെന്ന് അങ്ങ് ധരിക്കണം. അജ്ഞാനം മായയിൽ നിന്ന് ജനിക്കും. അതകലുമ്പോൾ നാനാത്വമില്ലാതെ എല്ലാം സർവവും ഒന്നെന്നുള്ള നിലയിൽ അങ്ങേക്ക് കാണാനും കഴിയും. ഈ പല പാത്രങ്ങളിൽ നിറച്ച് വച്ചിരിക്കുന്ന വെള്ളത്തിൽ പകൽ സമയത്ത് പല സൂര്യന്മാരും പ്രതിബിംബിക്കുമല്ലോ. ആ പാത്രങ്ങൾ അകലുമ്പോൾ സൂര്യൻ്റെ നാനാത്വം വെടിഞ്ഞ് ഒന്നായി തന്നെ ആവുകയും ചെയ്യും. അതുപോലെ മാത്രമാണ് ഈ ഏകത്വം ബഹുത്വമായി മായാ കണ്ണാടിയായിട്ടുള്ള പ്രപഞ്ചത്തിൽ കാണുന്നത്. ആ ഏകത്വത്തിലെ അധിഷ്ഠിതമായിട്ടുള്ള ഏകൻ മറ്റാരുമല്ല, സൃഷ്ടി സ്ഥിതി സംഹാര കർത്തൃത്വം ഒക്കെ നടത്തുന്ന ജഗത്പതിയായിട്ടുള്ള ഞാനാണ്. സുഖദുഃഖങ്ങളും സ്വർഗനരകങ്ങളും ഇഹപരലോകങ്ങളും എല്ലാം എൻ്റെ മായാവൈഭവത്താൽ തോന്നപ്പെടുന്നവകളാണ് കേട്ടോ. അങ്ങനെ ഇത് കേട്ടിട്ട് ഉദ്ധവരെ ഭക്തി പുളകിതനായിട്ട് തൊഴുതുകൊണ്ട് ചോദിക്കുകയാണ്, ജ്ഞാനസ്വരൂപനായിട്ടുള്ള ഭഗവാനെ, എന്നെ ബാധിച്ചിരിക്കുന്ന അജ്ഞാന ജഡിലായിട്ടുള്ള മായ അതകന്ന് എനിക്ക് വിജ്ഞാനം ഉണ്ടാകാനുള്ള മാർഗം ഉപദേശിച്ചു തരാൻ കാരുണ്യം ഉണ്ടാകണം. അപ്പോൾ അത് ഉദ്ധവരുടെ മാത്രം പ്രാർത്ഥനയല്ല, ഇത് മാത്രമാണ് നമ്മളും പ്രാർത്ഥിക്കേണ്ടത് ഭഗവാനോടെ. അപ്പോൾ അതിന് പകരമായിട്ട്, അതിന് മറുപടിയായിട്ട് കൃഷ്ണൻ പറയുകയാണ്, ഉദ്ധവരെ, അങ്ങ് വിജ്ഞാനിയാണ്. ഭക്തകളായിട്ടുള്ള ഗോപസ്ത്രീകളെ സാന്ത്വനപ്പെടുത്തി അവർക്ക് ജ്ഞാനമാർഗം ഉപദേശിക്കാൻ അങ്ങയെ ആണല്ലോ ഞാൻ പറഞ്ഞയച്ചത്. ഓർക്കണില്ലേ അങ്ങത്? അപ്പോൾ രതി ഭക്തിയോടെ എന്നെ കാത്തിരുന്ന കുബ്ജയായിട്ടുള്ള സൈരന്ധ്രിയുടെ വീട്ടിലേക്കും പോയ കാര്യം അങ്ങ് ഓർക്കുണ്ടാവുമല്ലോ. അങ്ങയെയാണ് ഞാൻ തോഴനായിട്ട് കൂട്ടിക്കൊണ്ടുപോയത്. അപ്പോൾ വിജ്ഞാനിയാണ് അങ്ങ്. എന്നാലും അങ്ങയുടെ മനസ്സംതൃപ്തിക്ക് വേണ്ടിയിട്ട് വിജ്ഞാപ്രദങ്ങളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം.
എൻ്റെ പൂർവികനായിട്ടുള്ള യദു ഒരിക്കൽ സർവവും ത്യജിച്ച് സുഖദുഃഖാദികളും വെടിഞ്ഞ് ഒന്നിലും പ്രത്യേകമായിട്ടുള്ള ആകാംക്ഷയോ ആഗ്രഹമോ ഇല്ലാതെ വിധേയത്വമില്ല ഒന്നിലും അങ്ങനെ സദാ അലഞ്ഞു തിരിഞ്ഞ് സഞ്ചരിച്ചു കൊണ്ടിരുന്ന ഒരു അവധൂതനെ കാണാൻ ഇടയായി. അദ്ദേഹം ആ സന്യാസിയെ ആദരപൂർവ്വം ക്ഷണിച്ച് സൽക്കരിച്ച് ഇരുത്തിയിട്ട് വിനയപൂർവ്വം ചോദിച്ചു, ലോകപൂജിതനായ ഹേ ധന്യാത്മാവേ, അറിവില്ലാത്ത വെറും ഒരു ബാലനെ പോലെ ഉദ്ദേശമോ ലക്ഷ്യമോ സങ്കേതമോ ഇല്ലാതെ ശരീര ക്ലേശങ്ങളെക്കുറിച്ച് തെല്ലും ചിന്തിക്കാതെ അങ്ങ് എന്തിനാണ് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത്? അപ്പോൾ അവധൂതൻ പറയാണ്, അല്ലയോ മഹാമതേ, യാതൊരു ഉദ്ദേശമോ ലക്ഷ്യമോ സങ്കേതമോ ഇല്ലാതെ വായു സഞ്ചരിക്കുന്നു. തന്മൂലം അതിന് യാതൊരു ക്ലേശവും സംഭവിക്കുന്നില്ലല്ലോ. സുഖദുഃഖാദികളെക്കുറിച്ച് ചിന്തിക്കുന്നുമില്ല. ജീവിതം അതുപോലെ കർമ്മവാസന അനുസരിച്ച് എങ്ങോട്ടേക്കെന്നില്ലാതെ ചുറ്റിത്തിരിയണം. എൻ്റെ അവസ്ഥയോ അത് തന്നെയാണ്. എൻ്റെ മാത്രമല്ല, എല്ലാ ജീവികളുടെയും അവസ്ഥ തന്നെയാണത്. അതുകൊണ്ട് ഈ തത്വം പഠിപ്പിക്കുന്ന വായു എൻ്റെ ഗുരുനാഥനാണ്. ഇപ്പോൾ വായു ചലിക്കുമ്പോൾ അത് പവനനായി തീർന്ന് എല്ലാവർക്കും സുഖത്തെ അരുളുന്നു. ചലിക്കുന്ന വായു ആണല്ലോ പവനൻ, കാറ്റ്. അപ്പോൾ ഒരേ സംഭവം തന്നെയാണ്, രണ്ട് ഉദ്ദേശങ്ങൾ, രണ്ട് സംഭവങ്ങൾ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ അപരിഛിന്നവും ആദ്യന്ത വിഹീനമായിട്ടുള്ള ആകാശം, അതും എൻ്റെ ഗുരുവാണ്. ആകാശത്തിലെ മേഘങ്ങൾ, അതിനെ കാറ്റ് അങ്ങും ഇങ്ങും പറപ്പിക്കുന്നുണ്ട് അല്ലേ. കാർമേഘങ്ങൾ തടിച്ചുകൂടി മഴയും പെയ്യിക്കുന്നുണ്ട്. മിന്നൽ പിണരുകൾ, ഇടിഗർജിതങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇതൊന്നും ആകാശം അറിയുന്നില്ല. അത് പരന്ന് അന്തമില്ലാതെ ഒരേ നിലയിൽ സ്ഥിതി ചെയ്യുകയാണ്. എൻ്റെ ഈ സഞ്ചാരം എന്നല്ല, യാതൊരു പ്രവൃത്തികളും അവ മൂലമുള്ള ദുഃഖ സുഖാദികളും എൻ്റെ മനസ്സിനെ ബാധിക്കുന്നില്ല. അതുപോലെ തന്നെ ഈ ആകാശത്തെ പോലെ തന്നെ. അപ്പോൾ ഈ തത്വം എന്നെ പഠിപ്പിച്ചത് ആകാശമായതുകൊണ്ട് ആകാശം നഭസ് എൻ്റെ മറ്റൊരു ഗുരുവാണ്. പുണ്യതീർത്ഥങ്ങളിൽ സ്നാനം ചെയ്താൽ സർവ്വപാപങ്ങളും നശിക്കുന്നു. എത്ര ആയിരം പേരെ കുളിക്കുന്നുണ്ടല്ലേ. ആ തീർത്ഥത്തിന് യാതൊരു ആലസ്യവോ ക്ലേശവോ ഒന്നും ഉണ്ടാകുന്നില്ല. പുണ്യ തീർത്ഥത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ആൾക്കാർ അതിൽ ഇങ്ങനെ കൂടുതൽ കുളിക്കുന്നത് കൊണ്ട് ഇല്ല. എന്തും സഹിച്ച് അന്യനെ പുണ്യം ചെയ്യാൻ അത് സദാ സന്നദ്ധനാകുന്നു. അതുകൊണ്ട് ഈ മഹത്തായിട്ടുള്ള തത്വം പഠിപ്പിക്കുന്ന തീർത്ഥം എൻ്റെ ഗുരുവാണ്. തീർത്ഥം പോലെ തന്നെ അത് സ്ഥിതി ചെയ്യുന്ന ഒരു ഭൂവിഭാഗമുണ്ട്, അതും ഗുരുവാണ്. അത് കാരണം എന്താണെന്നറിയോ? സർവവും സഹിച്ചുകൊണ്ട് ഉപകാരപ്രദമായിട്ട് ആ തീർത്ഥം സ്ഥിതി ചെയ്യാനും വേണ്ടവണ്ണം ഒഴുകാനും അത് ത്യാഗപൂർവ്വ സൗകര്യം നൽകുകയാണ്. പിന്നെ ചന്ദ്രൻ യഥാർത്ഥത്തിലെ സമവൃത്തനാണ്, സർക്കിളാണ് അല്ലേ. കുളിർമയും പ്രകാശവും കൊണ്ട് അത് പ്രപഞ്ചത്തെ ആനന്ദിപ്പിച്ച് കോൾമയിർ കൊള്ളിക്കുന്നുണ്ട്. പക്ഷേ കറുത്ത പക്ഷമാവുമ്പോഴോ അത് ദിവസം പ്രതി അതിൻ്റെ ആകൃതി, വൃത്തത്തിലുള്ള ആകൃതി കുറഞ്ഞ് വന്നിട്ട് അപ്പോഴും അതിനൊരു മനക്ലേശോ ദുഃഖമോ ഒന്നുമില്ല. തന്നാലാകും ഇത് അപ്പോഴും അത് ലോകത്തെ സന്തോഷിപ്പിക്കുകയാണ്. സൂര്യനെ കൊണ്ടാണ് അതിന് ഈ ക്ഷയം വരുന്നത്, വൃദ്ധിക്ഷയം ഉണ്ടാകുന്നത്. എങ്കിലും അതുമൂലം അതിന് യാതൊരു വിഷമമോ അല്ലെങ്കിൽ സൂര്യനോടൊരു വൈരാഗ്യമോ ഇല്ല. പൂർണ്ണവൃത്തനായിട്ടുള്ള ആ പോന്തിങ്ങൾ ക്ഷയിക്കുന്നു എന്നത് നമ്മുടെ ഒരു മിഥ്യാബോധമാണ്. സൂര്യൻ മറക്കുകയാണല്ലോ ചെയ്യുന്നത്, അല്ലാതെ ചന്ദ്രനൊന്നും സംഭവിക്കുന്നില്ല. അതുപോലെ ദേഹത്തിന് ക്ലേശങ്ങളോ ദുഃഖങ്ങളോ ഉണ്ടെന്ന് തോന്നുന്നതല്ലാതെ വാസ്തവത്തിലെ ആത്മാവിൻ്റെ ആലയമായിട്ടുള്ള വീടായിട്ടുള്ള ഈ ശരീരത്തിന് ക്ലേശമൊന്നുമില്ല. സൂര്യൻ മറയ്ക്കുന്നത് പോലെ മായയുടെ നിഴലുകൊണ്ടാണ് നമുക്ക് ദുഃഖങ്ങളും ക്ലേശങ്ങളും ഒക്കെ ഉണ്ട് എന്ന് തോന്നുന്നത്. അപ്പോൾ ഈ തത്വം എനിക്ക് പഠിപ്പിച്ചു തന്നത് ചന്ദ്രനാണ്. അതുകൊണ്ട് ചന്ദ്രൻ എൻ്റെ ഗുരുവാണ്. കാലസ്വരൂപനായിട്ടുള്ള സൂര്യൻ, ആദിത്യൻ നിത്യവും സുവ്യക്തനായിട്ടും അവ്യക്തനായിട്ടും കാണപ്പെടുന്നുണ്ട്. അവ്യക്തനായിട്ട് അപ്രത്യക്ഷനായി തീരുന്നത് രാത്രിയിലാണ് അല്ലേ, രാത്രിയുടെ മായാശക്തിയിൽ. അപ്പോൾ രാത്രിയും വാസ്തവികമല്ല, സൂര്യൻ്റെ മറവിലുണ്ടാകുന്ന ഒരു മായയാണത്. അങ്ങനെ ഇല്ലാത്ത മായയുടെ വൈഭവത്താലാണ് ഇല്ലാത്ത ഈ പ്രപഞ്ചം തന്നെ ഉണ്ടെന്ന് തോന്നിപ്പോകുന്നത്. അപ്പോൾ ഈ തത്വം അവ്യക്തനും സുവ്യക്തനുമായിട്ട് നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന സൂര്യനിൽ നിന്നും ഈ തത്വം ഞാൻ പഠിച്ചു.
അതുകൊണ്ട് കാലത്തെ സൃഷ്ടിക്കുന്ന സൂര്യനും എൻ്റെ ഗുരുവാണ്. ഒരു ദിവസം ഒരു മാടപ്രാവ് തൻ്റെ പ്രേയസിയായിട്ടുള്ള കബോദിയും ഒരുമിച്ച്, അതായത് അതിൻ്റെ ഇണയും ഒരുമിച്ച് ക്രീഡകളാടി സുഖിച്ച് ജീവിച്ചു വന്നു. ഏതാനും നാളുകൾ കഴിഞ്ഞപ്പോൾ കബോദി ഗർഭം ധരിച്ച് മുട്ടകൾ ഇട്ടു. മുട്ടകൾ വിരിഞ്ഞ് കുഞ്ഞുങ്ങളുണ്ടായി. കുട്ടികൾക്ക് ഭക്ഷണം അന്വേഷിക്കാനായിട്ട് ഒരു ദിവസം ആ കബോധ ദമ്പതികൾ, പ്രാവുകൾ കാട്ടിലേക്ക് പോയി. ആ സമയം ലുബ്ധകൻ എന്ന ഒരു വനചരനാണ്, ഈ വേടനുണ്ടല്ലോ, സ്വൈര്യമായിട്ട് കിടന്നിരുന്ന ഈ പ്രാവിൻ കുട്ടികളെയൊക്കെ എടുത്തുകൊണ്ട് പോയി ഭക്ഷണമായിട്ട് ചുട്ട് തിന്നെയാണ്. അപ്പോൾ ഈ മാതാപിതാക്കൾ, ഈ പ്രാവുകൾ തിരിച്ചു വന്നപ്പോൾ കൂട്ടിൽ കുഞ്ഞുങ്ങളൊന്നുമില്ല. ആ പ്രാവുകൾ പുത്രദുഃഖത്താൽ വളരെ കരഞ്ഞു. അങ്ങനെ ആ ദുഃഖം സഹിച്ചുകൊണ്ട് ജീവിക്കുന്ന കാലത്ത് പെൺപക്ഷിയും മരണമടയാണ്. ആൺകബോധ മാത്രമായി ആരും തുണയില്ല, ഭാര്യയില്ല, കുട്ടികളില്ല. ഇനി ദുഃഖിച്ചിട്ട് എന്ത് പ്രയോജനം? ചത്തവരെ അല്ലെ മരിച്ചവരെ ആരും തിരിച്ചു വരില്ല. ഇങ്ങനെയൊക്കെ ചിന്തിച്ച് ധൈര്യം അവലംബിച്ചിട്ട് കഴിഞ്ഞുപോയ കാര്യങ്ങളെ സർവ്വവും മറന്നിട്ട് അവൻ ജീവിക്കാൻ തുടങ്ങുകയാണ്. സദാ ഈശ്വര വിശ്വാസത്തോടു കൂടിയിട്ട് ഏകനായിട്ട് സർവബന്ധങ്ങളും വിസ്മരിച്ച് മുക്തിയെ മാത്രം ലക്ഷ്യമാക്കി ജീവിച്ച് ഒടുവിൽ അവൻ പരമപദം പ്രാപിച്ചു. അപ്പോൾ സർവ്വസംഘങ്ങളും ബന്ധങ്ങളും വെടിഞ്ഞുള്ള ആ പക്ഷിയുടെ ജീവിതം ഉണ്ടല്ലോ, അതാണ് അവനെ മുക്തിക്ക് നിദാനമായി തീർന്നത്, മുക്തിക്ക് കാരണമായി തീർന്നത്. അപ്പോൾ ആ മാടപ്രാവ് തീർച്ചയായിട്ടും എൻ്റെ ഗുരുവാണ്. ആരൊക്കെ എന്തൊക്കെ ഇല്ലെങ്കിലും അവനവൻ്റെ കടമകൾ നിർവഹിച്ച് ഭഗവാനിൽ മനസ്സർപ്പിച്ച് ജീവിക്കുക മരണം വരെ. ഇതെന്നെ പഠിപ്പിച്ച ആ പ്രാവ് എൻ്റെ ഗുരു തന്നെയാണ്. പിന്നെ ധാരാളം ഭക്ഷണം ലഭിച്ചാലും സ്വല്പം ലഭിച്ചാലും മതിയായെന്നോ പോരായെന്നോ പെരുമ്പാമ്പ് ഭാവിക്കാറില്ല. തുല്യമായിട്ടുള്ള മനോഭാവമാണ് അതിനുള്ളത്. ലഭ്യമായതിനെ ഭക്ഷിച്ച് സന്തുഷ്ടിയോടെ അത് ജീവിക്കുന്നു. കിട്ടിയാൽ ഭക്ഷിക്കും, ഇല്ലെങ്കിൽ വേണ്ടെന്ന് വയ്ക്കും. കിട്ടാത്തതിൽ മനക്ലേശമോ കിട്ടുന്നതിൽ പ്രത്യേക സന്തുഷ്ടിയോ ഒന്നും അതിനില്ല. ഒരു മുനിയെപ്പോലെ സമാധാനത്തോടെ സ്വസ്ഥമായിട്ടാണ് അത് കഴിയുന്നത്. ആ പെരുമ്പാമ്പിൻ്റെ ജീവിതത്തിൽ കൂടി പലതും പഠിക്കാനുണ്ട്. അതുകൊണ്ട് പെരുമ്പാമ്പ് എൻ്റെ ഒരു ആചാര്യനാണ്, ഗുരുവാണ്. അടുത്തത് എനിക്ക് പറയാനുള്ളത് സമുദ്രത്തെക്കുറിച്ചാണ്. വിസ്താരേറിയ ശരീരത്തെ വഹിച്ചുകൊണ്ട് ഇന്ദ്രിയ വിഹീനനായിട്ട് പ്രസന്ന ഗംഭീരനായിട്ട് ദുഷ്കർമ്മങ്ങളൊന്നും ഇല്ലാതെ എത്ര പുണ്യവാഹിനികളോ മലിനവാഹിനികളോ ഒക്കെ ആരൊക്കെ തന്നിൽ പതിച്ചാലും അതിലൊരു അഹങ്കാരമോ പരിഭവമോ ഒന്നുമില്ല. ആരെന്ത് നൽകിയാലും ഒരു ത്യാഗിയെപ്പോലെ ത്യജിച്ച് എന്നും എപ്പോഴും ഏറ്റക്കുറച്ചിലൊന്നുമില്ലാതെ തുല്യമായിട്ടുള്ള നിലയിലെ വിരാജിക്കുന്ന സമുദ്രം എൻ്റെ ഗുരുവാണ്. അപ്പോൾ ലോകത്തെ മുഴുവൻ തഴുകിക്കൊണ്ടും സദാ ഇളകി മറിഞ്ഞ് അലയടിച്ചുകൊണ്ടും വിശ്രമമില്ലാതെ കഴിയുന്ന ആഴി യാതൊരു അല്ലലും അറിയുന്നില്ല, ഭാവിക്കുന്നില്ല. പിന്നെ സുന്ദരാംഗികളായിട്ടുള്ള നാരീമണികളുടെ ലാവണ്യ വിലാസ ഭംഗി കണ്ടിട്ട് ഭ്രമിച്ച് ശലഭങ്ങൾ അഗ്നിയിലെന്ന പോലെ മൂഢന്മാരെ, വിഡ്ഢികൾ, ബുദ്ധിയില്ലാത്തവരെ ഈ സ്ത്രീകളുടെ വശ്യതയിൽ കുടുങ്ങുന്നുണ്ട്. ഏതുപോലെയാണ് ഈ അഗ്നിയിലെ ശലഭങ്ങൾ വീഴുന്നത് പോലെ. ഇപ്പോൾ വിഷയ ആസക്തിയിൽ നിന്നും ഉജ്ജ്വലിക്കുന്ന ഈ കാമ അഗ്നിയിലെ ആ വിഡ്ഢികൾ വീണ് വെന്ത് വെണ്ണീറാകുന്നു, ജീവിതം പോവുകയാണ്. അപ്പോൾ ഈ ദീപമാകുന്ന ഈ അഗ്നി ഉണ്ടല്ലോ, അതിനെ കണ്ട് ഭ്രമിച്ച് അതിൻ്റെ ഭംഗി കണ്ട് അതിൻ്റെ ആ ഒരു തിളക്കമൊക്കെ കണ്ടിട്ട് അത് ആസ്വദിക്കാമെന്ന് കരുതിയിട്ടാണ് ഈ ശലഭങ്ങൾ അതിൽ വീഴുന്നത്. ഫലം എന്താ? നാശം. അപ്പോൾ അമിതമായ ഭോഗാസക്തിയും സ്ത്രീലമ്പടത്വവും ആപത്കരാണ് എന്ന് ആ ശലഭമാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ശലഭം എൻ്റെ ഒരു ഗുരുനാഥനാണ്. പിന്നെ ആരെയും ഒരിക്കലും ഹിംസിക്കാതെ ദ്രോഹിക്കാതെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തങ്ങൾ തെണ്ടി നടന്നിട്ട് സമ്പാദിക്കുന്ന, വളരെ കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്ന തേൻ, മധു സ്വാർത്ഥനായിട്ടുള്ള മനുഷ്യൻ കട്ടുകൊണ്ടു പോവുകയാണ്, അപഹരിച്ചു കൊണ്ടു പോവുകയാണ്. എന്നിട്ടും മധുമക്ഷികൾ, തേനീച്ചകൾ അതിൽ യാതൊരു മനസ്താപവും കാണിക്കാതെ വീണ്ടും വീണ്ടും തങ്ങളുടെ ജോലി അഭംഗുരം തുടരുകയാണ്. മരണം വരെ ആ ജോലി അവരെ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് അനുഷ്ഠിക്കുന്നത്.
ബുദ്ധിമുട്ടുകളൊന്നും പരിഗണിക്കാതെ പരോപകാര ആർത്ഥം പരിശ്രമിക്കുന്ന തേനീച്ചയും ആ നിലയിൽ എൻ്റെ ഗുരുവാണ്. സർവശാസ്ത്രങ്ങളുടെയും തത്വാർത്ഥ രസം അറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന മുനീന്ദ്രനെ പോലെ ഏത് പുഷ്പത്തെയും അതിൻ്റെ മണത്തെയോ ഗുണത്തെയോ നോക്കാതെ അതിൽ സന്ദർശിച്ച് അതിലടങ്ങിയിരിക്കുന്ന ആ ഒരു രസം അറിയുന്ന ഒരു വണ്ടുണ്ടല്ലോ, മധുവൻ, അതെൻ്റെ ഗുരുവാണ്. എങ്ങനെയാണ്? നല്ലതും ചീത്തയും എന്നുള്ള വ്യത്യാസം ഇല്ലാതെ സമഭാവനയാണ് വണ്ടിനുള്ളത്. അത് ഞാൻ വണ്ടിൻ്റെ കയ്യിൽ നിന്ന് പഠിച്ചെടുത്ത ഗുണമായതുകൊണ്ട് വണ്ട് എൻ്റെ ഗുരുവാണ്. നാരികൾ ഭിക്ഷുവിനെ സന്യാസിയെ കാണുന്നുണ്ടെങ്കിലും ദർശിക്കുന്നുണ്ടെങ്കിലും ഭിക്ഷു നാരികളെ ഒരിക്കലും സ്പർശിക്കരുത്. അത് ആ യോഗിക്ക് ദുഃഖകാരണമായി തീരും. സൂര്യൻ ഈ ലോകത്തെ മുഴുവൻ തൻ്റെ കരങ്ങൾ കൊണ്ട് സ്പർശിക്കുന്നുണ്ടെങ്കിലും ലോകം സൂര്യനെ സ്പർശിക്കണില്ല. അപ്പോൾ ശാരീരികമായിട്ടുള്ള സ്പർശനം യോഗിയെ നിത്യ ദുഃഖത്തിന് പാത്രമാക്കുന്നു. അതിനാൽ നാരിയും നാരീ സ്പർശനവും ഒക്കെ എൻ്റെ ഗുരുസ്ഥാനം അർഹിക്കുന്നു. പിന്നെ ചൂണ്ടയിൽ ചെന്ന് കുത്തി സ്വയം മരണം അടയുന്ന മത്സ്യങ്ങളെ പോലെ വിഡ്ഢികൾ, മൂഢന്മാരെ നിന്ദ്യങ്ങളായിട്ടുള്ള വികാരങ്ങളിൽ രസിച്ച് അതിൽ കൊത്തി മത്സ്യങ്ങളെ പോലെ സ്വയം നശിക്കുന്നു. ആയതിനാൽ ഈ തത്വം കാണിച്ചു തന്ന മത്സ്യത്തെയും ഞാനൊരു ഗുരുവായി ദേശികനായിട്ട് സ്വീകരിക്കുകയാണ്. ഇങ്ങനെ പ്രപഞ്ചത്തിലെ ഗുരുക്കന്മാരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അവധൂതൻ. അദ്ദേഹം പിന്നീട് കുമാരിക എന്നൊരു ചെറിയ പട്ടുനൂൽ പുഴുവിനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അതായത് തന്നിൽ നിന്നും സ്വയം ഉളവാകുന്ന നൂലുകൾ കൊണ്ട് ഒരു ആവരണം ഉണ്ടാക്കി അതിനുള്ളിൽ കഴിയാണ് കുമാരിക. ആ ആവരണമായിട്ടുള്ള കൂടും താനും ഒന്നാണെന്നും വിഭിന്ന അല്ല എന്നുള്ള ചിന്തയോടെയാണ് അത് ജീവിക്കുന്നത്. അപ്പോൾ എവിടെ ആ പുഴു സഞ്ചരിക്കുന്നുവോ അവിടെയൊക്കെ ആ കൂടും പുഴുവിൻ്റെ ശരീരം എന്ന പോലെ അനുഗമിക്കുന്നുണ്ട്. അവിടെ ദ്വൈതഭാവം ഇല്ല, സർവവും താൻ തന്നെയാണ് എന്നുള്ള ഏക ഭാവനയാണ്. പുഴു തന്നിൽ നിന്നും ഉളവാകുന്ന നൂലുകൊണ്ടുള്ള കൂട് സ്വീകരിക്കുന്നത് പോലെയാണ് ആത്മാവ് കർമ്മങ്ങൾ ചെയ്യുവാനായിട്ട് തന്നിൽ നിന്നും ജനിക്കുന്ന മായ കൊണ്ടുള്ള ശരീരം സ്വീകരിക്കുന്നത്. പുഴുവിൻ്റെ കൂട് നശിക്കുകയോ ആരെങ്കിലും അപഹരിക്കാനൊക്കെ ചാൻസ് ഉണ്ടല്ലോ. അങ്ങനെ ചെയ്താൽ മറ്റൊരു കൂട് സ്വയം അതിൽ നിന്നും പിന്നീട് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ആത്മാവിൻ്റെ കൂടായിട്ടുള്ള ഈ ദേഹം നശിച്ചാൽ പുതിയൊരു കൂട് ആത്മാവ് സ്വീകരിക്കുകയല്ല, അത് സ്വയം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ജനന മരണത്തെയാണ് ഇത് പറയുന്നത് കേട്ടോ. ഇത് ഉദ്ദേശിക്കുന്നത് ഇവിടെ ജനനം മരണം, ആത്മാവ് ഒന്ന് തന്നെയാണ്. വേറെ വേറെ ദേഹങ്ങൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. മഹത്തായിട്ടുള്ള ഈ രഹസ്യം, സൃഷ്ടി രഹസ്യം സ്വജീവിതം കൊണ്ട് പറഞ്ഞു തരുന്ന ആ പട്ടുനൂൽ പുഴു എൻ്റെ ഗുരുവാണ്. ഇനി അടുത്തതായിട്ട് അവധൂതൻ പറയുന്നത് ഊർണനാഭി എന്ന എട്ടുകാലി എങ്ങനെ ഗുരുവായി എന്നുള്ളതാണ്. ഇപ്പം മായാബദ്ധമായിട്ടുള്ള ഈ ലോകത്തെ തന്നിൽ തന്നെ അടക്കിക്കൊണ്ട്, ആ ലോകം ആ വിശ്വം മായയാണ് കേട്ടോ, ഭഗവാന്റെ മായ. പരമാത്മാവായിട്ടുള്ള പരംപുരുഷൻ കാലപുരുഷനായിട്ട് തന്നിൽ നിന്നും ജനിക്കുന്ന തന്തുകൊണ്ട് എങ്ങനെയാണോ എട്ടുകാലി എന്ന ജീവി വലകെട്ടി അതിൻ്റെ മധ്യത്തിൽ ഇരുന്നു കൊണ്ട് അതിൽ വീഴുന്ന പ്രാണികളെയൊക്കെ പിടിച്ച് ഭക്ഷിച്ച് ആനന്ദിക്കുന്നത്, എന്നിട്ടോ വലയായി തീർന്ന നൂലുകളെ തന്നിലേക്ക് തന്നെ വലിച്ചു ചേർത്തുകൊണ്ട് നൂലും എട്ടുകാലിയും വീണ്ടും ഒന്നായി തീരുന്നുണ്ടല്ലോ. അതുപോലെയാണ് പരമാത്മാവായിട്ടുള്ള ഭഗവാൻ തൻ്റെ മായ കൊണ്ട് സൃഷ്ടികൾ നടത്തി അവയെ തന്നിലേക്ക് തന്നെ സമാഹരിച്ചുകൊണ്ട് സർവവും താൻ തന്നെയാണെന്നുള്ള ഏകത്വം പറഞ്ഞു തരുന്നത്, അവലംബിക്കുന്നത്. അപ്പോൾ ഈ മഹത്തായ തത്വം തൻ്റെ പ്രവൃത്തി കൊണ്ട് വെളിവാക്കി തരുന്ന ആ എട്ടുകാലി ഊർണനാഭി എൻ്റെ ഒരു ഗുരുവരനാണ്. അങ്ങനെ പല പല കാര്യങ്ങൾ ഈ ഉദ്ധവോ ഉപദേശത്തിൽ പറയുന്നുണ്ട്. ഇത് അവധൂതൻ്റെ വാക്കുകളിലൂടെ ശ്രീശുകൻ പറഞ്ഞു കൊടുക്കുകയാണ് പരീക്ഷത്തിന്. അപ്പോൾ ഇന്ന് ഇത്രയും, ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് ഇത്രയും. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ.